everyone, welcome to yet another video. So hope you all doing good and great guys. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ +2 ഫിസിക്സ് മോഡൽ എക്സാം കഴിഞ്ഞ ഗൈസ്. ഓവറോൾ പറയാനാണെങ്കിൽ നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഭയങ്കര ടഫായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ പഠിക്കാത്ത കുറേ പ്രശ്നങ്ങളുണ്ട്. ഞാൻ എല്ലാ പാഠമൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആകെ കുറച്ച് പാഠം മാത്രം പഠിച്ചിട്ട് പോയതാണ്. സോ ഞാൻ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് എഴുതി എന്നൊക്കെ പറഞ്ഞുതരാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ ഒരു മണ്ടത്തരം കാണിച്ചു. ഞാൻ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജിന് കണ്ട ഉടനെ തന്നെ ഞാൻ വിചാരിച്ച് ഇലക്ട്രിക് ഫീൽഡിൻ്റെ SI യൂണിറ്റ്. ഞാൻ ക്വസ്റ്റ്യൻ നേരെ അതൊക്കെ കത്തിയിട്ടുണ്ടായിരുന്നില്ല. വയ്യ എക്സാം ഒക്കെ കഴിഞ്ഞപ്പോൾ ഫ്രണ്ട് പറയുമ്പോൾ ഞാൻ എന്നെ ആലോചിക്കുന്നത് ഇലക്ട്രിക് ചാർജിൻ്റെ കൂളമ്പല്ലേ. ഞാൻ ഇലക്ട്രിക് ഫീൽഡിൻ്റെ SI യൂണിറ്റാണ് എഴുതിയത്. അങ്ങനെ ആ ക്വസ്റ്റ്യൻ തെറ്റി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വെറുതെ കറക്കി കുത്തി 0 എന്ന് എഴുതി. തേർഡ് ക്വസ്റ്റ്യൻ ഇന്ന് രാവിലെ മറ്റേ വെറുതെ റിവൈസ് ചെയ്ത് വെറുതെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വായിക്കുന്ന സമയത്ത് കണ്ടതാണ്. അപ്പം ശരിയാണോന്നൊന്നും അറിയില്ല. EMF = BLV എന്നാണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫോർത്ത് ക്വസ്റ്റ്യൻ അറിയുന്നുണ്ടായിരുന്നു, അത് എഴുതി. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ അറിയുന്നുണ്ടായിരുന്നില്ല, അതും ചുമ്മാ കറക്കി കുത്തി +25 എന്നാമറ്റാണ് ഞാൻ എഴുതിയത്. സിക്സ്ത് ക്വസ്റ്റ്യൻ അറിയുന്നുണ്ടായിരുന്നില്ല. ഇതെല്ലാം പഠിച്ചതാണ്, പക്ഷെ എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. പഠിച്ചതെന്ന് പറയുമ്പോൾ 1 വീക്ക് മുമ്പേ പഠിച്ചതാണ് മറ്റും. അതാണ് എനിക്ക് ഭയങ്കര മറവിയാണ്, SBI എല്ലാം മറക്കും. സെവൻത്ത് ക്വസ്റ്റ്യൻ അതും അറിയുന്നുണ്ടായിരുന്നില്ല, അതെല്ലാം വെറുതെ എന്തൊക്കെ എഴുതി വെച്ചു. എയ്ത്ത് ക്വസ്റ്റ്യൻ അറിയുന്നുണ്ടായിരുന്നു, സോ അത് ഞാൻ എഴുതിയിട്ടുണ്ട്. 9th ക്വസ്റ്റ്യൻ എഴുതിയിനി. 10th ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടായിരുന്നു. 11th ക്വസ്റ്റ്യൻ ഫസ്റ്റത്തേത് ഞാൻ റേഡിയോ വേവ് എന്നാണ് എഴുതിയത്. അത് വലിയ ഉറപ്പുണ്ടായിരുന്നില്ല. റിമോട്ട് സ്വിച്ച് ഇൻഫ്രാറെഡ് വേവ്സ് ആണെന്ന് അറിയുന്നുണ്ടായിരുന്നു, സോ അത് എഴുതി. പിന്നെ 10th ക്വസ്റ്റ്യൻ എത്ര 400 അങ്ങനെ എന്തോ ആണ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എത്രയാണ് ഉത്തരം കിട്ടിയെന്നുള്ളത്. 400 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ 13th ക്വസ്റ്റ്യൻ ഞാൻ പഠിച്ചതാണ്, പക്ഷെ അതും എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ എഴുതിയിട്ടാണ്. 14th പഠിച്ചിട്ടുണ്ടായിരുന്നു, അതും എനിക്ക് മറന്ന്, അതും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 16th ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. 15th ക്വസ്റ്റ്യൻ എഴുതിയിനി. 15th ക്വസ്റ്റ്യൻ അതൊക്കെ ഈസി ആകുന്നു, അതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ 17th ക്വസ്റ്റ്യൻ ഞാൻ എന്തൊക്കെയോ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിയാണോന്നൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ ഫുൾ പഠിച്ചിട്ടൊന്നല്ല പോയത്, കുറച്ച് മാത്രം നോക്കി പോയതാണ്, സോ വലിയ ഉറപ്പൊന്നുമില്ല ശരിയാണോന്നുള്ളത്. പിന്നെ 18th ക്വസ്റ്റ്യൻ നല്ല രീതിക്ക് അറിയുന്നുണ്ടായിരുന്നു, സോ അത് എഴുതി. പിന്നെ 19th എഴുതിയിട്ടില്ല, 20 എഴുതിയിട്ടില്ല, 21st ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല. പിന്നെ 22nd ക്വസ്റ്റ്യൻ ജസ്റ്റ് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്, ശരിയാണോന്നൊന്നും എനിക്ക് ഒരു ധാരണയില്ല ഗൈസ്. പിന്നെ 23rd ക്വസ്റ്റ്യൻ അറിയുന്നുണ്ടായിരുന്നു, സോ അത് എഴുതിനി. 24th A ക്വസ്റ്റ്യൻ അറിയുന്നുണ്ടായിനി, B ക്വസ്റ്റ്യൻ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല, സോ അത് എഴുതിയിട്ടില്ല. 25th A ക്വസ്റ്റ്യൻ ഞാൻ ചുമ്മാ ഒരു ഡയഗ്രാം വരച്ച് വെച്ചിന്, അതൊന്നും ശരിയാവാൻ ഒരു ചാൻസും ഇല്ല ഗൈസ്. പിന്നെ 26th ക്വസ്റ്റ്യൻ എനിക്ക് അറിയുന്നുണ്ടായിരുന്നു. ഒന്നാമത്തത് ട്രൂ, സെക്കൻഡ് വൺ ഫാൾസ്, അങ്ങനെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. പിന്നെ ഡിറൈവ് ചെയ്യാനുണ്ടായിരുന്നത് അതും ചെയ്തു. പിന്നെ 27th ഞങ്ങൾക്ക് ആ B ക്വസ്റ്റ്യൻ ഉത്തരം മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ, സോ അത് മാത്രം ഞാൻ എഴുതി വെച്ചു, ബാക്കിയൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. 28th ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. 29th നല്ല രീതിക്ക് അറിയുന്നുണ്ടായിരുന്നു, സോ അത് എഴുതി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തത്. ഞാൻ ജസ്റ്റ് പെട്ടെന്നൊന്ന് പറഞ്ഞു പോയതാണ്, കാരണം നമുക്ക് സമയമില്ല, നാളെ മാത്സാണ്, പഠിക്കാനുണ്ട്. പഠിപ്പെല്ലാം കണക്കിനായിരിക്കും, ഇന്ന് രാത്രിക്ക് ചിലപ്പോൾ പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. മാത്സ് പഠിച്ചോ ഇല്ലെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഓവറോൾ വലിയ ടഫായിട്ട് തോന്നിയിട്ടില്ല, നല്ല അടിപൊളി എക്സാം തന്നെയാണ്. പിന്നെ പഠിക്കാത്തത് കൊണ്ട് കുറേ ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടി പറ്റിയിട്ടില്ല, അത്രയേ ഉള്ളൂ. ഇനി പബ്ലിക് ഇതേപോലെ ഈസിയാണോ ടഫാണോ എന്നുള്ളത് കണ്ടറിയണം ഗൈസ്. പിന്നെ ഇത് ഈസിയാണെന്ന് വിചാരിച്ചിട്ട് പബ്ലിക് ആരും പഠിക്കാണ്ടിരിക്കാൻ വേണ്ടി വളരെ നല്ല രീതിക്ക് തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക. ചിലപ്പോൾ പബ്ലിക് ടഫാണെങ്കിൽ പണി വാളും. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ് ഫോർ യുവർ ടുമോറോസ് എക്സാം. അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ ഗൈസ്. ഞാൻ പെട്ടെന്ന് ജസ്റ്റ് ഒരു ഷോർട്ട് റിവ്യൂ എടുത്തതാണ്, കാരണം ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിവ്യൂ വീഡിയോ ഇടണമെന്ന്, സോ അങ്ങനെ എടുത്തതാണ്. ഞാൻ മോഡൽ എക്സാമിൻ്റെ റിവ്യൂ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചല്ല, കാരണം ടൈമില്ലല്ലോ, നമുക്ക് എല്ലാ ദിവസവും അടുപ്പിച്ച് എക്സാം ഉണ്ട്. പിന്നെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്.